കഴിയേണ്ടത്. പഞ്ചവടിയിൽ കഴിയുന്ന സമയത്ത് ഒരു മാൻ വരുന്നുണ്ട് പഞ്ചവടിയുടെ അടുത്തേക്ക്. മാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാം. വളരെ അടുത്ത് വരുന്നുണ്ട്, തുള്ളി ദൂരം പോകുന്നുണ്ട്, അടുത്ത് വരുന്നുണ്ട്, വീണ്ടും പോകുന്നു. ഇത് കണ്ട സീതയ്ക്ക് ആ മാനിനോട് വല്ലാത്തൊരിഷ്ടം തോന്നി. രാമനോട് പറഞ്ഞു, ഭർത്താവേ കണ്ടീലയോ, കനകമയ മൃഗം എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം, പേടിയിൽ അതിലേതും എത്രയും അടുത്തു വന്നിടുന്നു, കളിപ്പാൻ അതിസുഖം ഇത്, വിളിച്ചിടുക വരുമെന്ന് തോന്നുന്നു. അല്ലേ? ഇത് നല്ല മെരുക്കമുണ്ട്. ഭർത്താവ് കൊണ്ടിങ്ങ് പോന്നിടുക. ഭർത്താവേ ജഗൽപതേ, ഇനി എനിക്ക് വേണം, കളിക്കാൻ വേണം, കളിക്കാൻ നല്ല പാർട്ടിയാണ്. രാമൻ പറഞ്ഞു, നീ ഉദ്ദേശിക്കുന്ന പോലെയുള്ള മാനല്ല അത് ഈ കാട്ടിൽ ഒരുപാട് രാക്ഷസന്മാരുണ്ട്, അവരുടെ മായയാണെന്നാണ് പറഞ്ഞത്. പക്ഷെ സീത അത് കൂട്ടാക്കിയില്ല. സ്ത്രീകൾ അങ്ങനെയാണ്, വാശി പിടിച്ച് കഴിയും. കാരണം പൊന്മാൻ എന്ന് പറഞ്ഞത് പൊന്നിൻ്റെ രൂപമാണ്, പൊന്നിൻ്റെ നിറമാണ് മാനിന്. അതുകൊണ്ട് എനിക്കതിനെ കളിക്കാൻ കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചു. രാമൻ പറഞ്ഞതൊന്നും കൂട്ടാക്കിയില്ല സീത. ഒടുവിൽ രാമൻ ലക്ഷ്മണനെ സീതയ്ക്ക് കാവലിരുത്തിയിട്ട് ഈ മാരീചൻ, അല്ല നിങ്ങൾക്കറിയാമല്ലോ, മാരീചനാണ് മാനിൻ്റെ വേഷത്തിൽ വന്നത്. ഈ മാനിനെ പിടിക്കാൻ വേണ്ടി പോയി. കുറച്ച് ദൂരെ പോയപ്പോൾ കേട്ടത് എന്താണ്? രാമൻ്റെ കരച്ചിലാണ് കേട്ടത്. ഹാഹാ വല്ലഭി സീതേ, ഹാഹാ മമ ഭ്രാതാവി പാഹിമാം ദയാവിധി. ജ്യേഷ്ഠൻ കരയുകയാണ്. സീതയെയും ലക്ഷ്മണനെ വിളിച്ച് കരയുന്നത് കേട്ടു. ആര്? സീത. സീതയെ കേട്ടുള്ളൂ എന്ന് പറയുന്നത് പറഞ്ഞു ലക്ഷ്മണൻ കേട്ടില്ലേ? ജ്യേഷ്ഠൻ്റെ കരച്ചിലാണ് കേൾക്കുന്നത്. ജ്യേഷ്ഠന് എന്തോ ആപത്ത് വന്നിരിക്കുന്നു, നീ എത്രയും പെട്ടെന്ന് പോയി ജ്യേഷ്ഠനെ രക്ഷിക്കണം ലക്ഷ്മണ എന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, ദേവി, എൻ്റെ ജ്യേഷ്ഠൻ്റെ വായിൽ നിന്നൊരിക്കലും ഇതുപോലെയുള്ള ഒരു ദീനരോധനം ഉണ്ടാവുകയില്ല. ഇത് ഈ കാട്ടിലുള്ള രാക്ഷസന്മാരുടെ മായയാണ്, അങ്ങനെ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും സീതക്ക് സ്വീകാര്യമായിരുന്നില്ല. സീത അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. വീണ്ടും പോകാൻ പറഞ്ഞപ്പോൾ പോകാതിരുന്നപ്പോൾ ഈ സീത അടുത്ത ഒരു വാക്ക് പറഞ്ഞു ലക്ഷ്മണനോട്. എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്താണ്? ലക്ഷ്മണ, എനിക്ക് പണ്ടേ ഒരു സംശയമുണ്ട്, നിന്നെയും ഭരതനെയും. നിനക്ക് പണ്ടേ ഞങ്ങളുടെ ശരീരത്തിലൊരു നോട്ടം, എൻ്റെ ശരീരത്തിലൊരു നോട്ടമുണ്ട്. ഈ ജ്യേഷ്ഠന് ഈ കാട്ടിൽ എന്തെങ്കിലും ആപത്ത് പറ്റിയാൽ, ഈ വനത്തിൽ കിട്ടുന്ന എന്തെങ്കിലും വിഷം കഴിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ ഞാൻ ആത്മഹത്യ ചെയ്യും. എൻ്റെ ഈ മൃതശരീരം മാത്രമേ നിനക്ക് അനുഭവിക്കാൻ കിട്ടൂ ലക്ഷ്മണ എന്ന് പറഞ്ഞപ്പോൾ 2 കൈകൾ കൊണ്ടും കാത് പൊത്തിയിട്ട് ലക്ഷ്മണൻ പറഞ്ഞു, നിനക്ക് നാശമെടുത്തിരിക്കുന്നു, അതുകൊണ്ടാണ് നീ ഇങ്ങനെ പറഞ്ഞത്. പിന്നെ അവിടെ കേട്ട് നിൽക്കാൻ പറ്റില്ല. പിന്നെ അവിടെ നിന്നാൽ സീത അതിനേക്കാൾ കടുത്ത വാക്ക് പറയും. അവിടെ ഒരു വര വരച്ചിട്ട് പോയി എന്നാ. സീതയ്ക്ക് ചുറ്റും ഒരു വര. ആ വരേൻ്റെ പേരെന്താണ്? ഒരു രേഖ, ലക്ഷ്മണ രേഖ. ഈ ലക്ഷ്മണ രേഖ വരച്ചതൊന്നും വാൽമീകി പറയുന്നില്ല, എഴുത്തച്ഛൻ്റെ രാമായണത്തിലതുള്ളൂ. വനദേവതമാരെ പരിപാലിച്ചു കൊള്ളുക മുനിവംശാധീശ്വര പത്നിയെ വഴിപോലെ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ലക്ഷ്മണൻ പോകുന്നത്. ഈ ഒരു വര ലക്ഷ്മണ രേഖ എന്നിവിടെ പറഞ്ഞു. നമ്മളറിയണം, വെറുതെ പറയുന്നതല്ല. ലക്ഷ്മണ രേഖ, ഈ ലക്ഷ്മണ രേഖ നിങ്ങൾക്കും എനിക്കുമുണ്ട്. എല്ലാവർക്കും ലക്ഷ്മണ രേഖയുണ്ട്. അമ്മക്കുണ്ട്, അച്ഛനുണ്ട്, സഹോദരങ്ങൾക്കുണ്ട്, ഭരണാധികാരികൾക്കുണ്ട്, പോലീസുകാർക്കുണ്ട്, ഡോക്ടർമാർക്കുണ്ട്. സമൂഹത്തിലെ എല്ലാവർക്കും ലക്ഷ്മണ രേഖയുണ്ട്. അതുപോലെ പെൺമക്കൾക്ക് പ്രത്യേകം ഈ അമ്മമാർ ലക്ഷ്മണ രേഖ വരക്കണം. പെൺമക്കൾക്ക് ചുറ്റും ലക്ഷ്മണ രേഖ വരക്കണം. മാതാപിതാക്കൾ വരയ്ക്കുന്ന ലക്ഷ്മണ രേഖ കടന്നു വെച്ചാൽ പെൺമക്കൾക്ക് എന്ത് സംഭവിക്കുമെന്ന് സീതയിലൂടെ നമ്മൾ അറിയണം. ഇന്ന് പഴയതുപോലെയല്ല. ഇന്ന് നിങ്ങളുടെ പെൺകുട്ടികളൊന്നും തന്നെ സുരക്ഷിതരല്ല. കരണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒച്ച ഉറവാക്കായിരുന്നല്ലേ, ഭയങ്കര ഒച്ച തോന്നുന്നു. ഇന്ന് നമ്മുടെ പെൺകുട്ടികളൊന്നും തന്നെ സുരക്ഷിതരല്ലെന്നറിയണം. ഏത് സമയത്തും അവരെ ചതിയിൽപ്പെടുത്താവുന്ന ആളുകളുണ്ട് ചുറ്റും. അതുകൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം,
മാതാപിതാക്കൾ വരയ്ക്കുന്ന ലക്ഷ്മണ രേഖ കടന്നു വെച്ചാൽ സീതയ്ക്ക് സംഭവിച്ചതുപോലെ സംഭവിക്കുമെന്ന് പറഞ്ഞു കൊടുക്കണം. ഇതിനെല്ലാം വേണ്ടിയാണ് രാമായണം പഠിപ്പിക്കുന്നത്, ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ പോയി ലക്ഷ്മണൻ രാമൻ്റെ കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് പോയി. ലക്ഷ്മണൻ പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠൻ്റെ വായിൽ നിന്ന് ഇതൊന്നും വരില്ലെന്ന് പറഞ്ഞു. കാരണം ഞാൻ ആദ്യം പറഞ്ഞു, രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവാണ്. ആ മഹാവിഷ്ണുവിൻ്റെ വായിൽ നിന്ന് ഒരിക്കലും ഒരു ദീനരോധനം കേൾക്കുകയില്ല. പക്ഷേ മഹാലക്ഷ്മിയുടെ അവതാരമായിരുന്നിട്ട് പോലും വായിൽ നിന്ന് വന്നത് കടുത്ത വാക്ക്. ഓർമ്മിക്കണം നിങ്ങൾ. നമ്മൾ ഭർത്താവിനോട് പറയേണ്ടത് പോലെയല്ല ഭർത്താവിനോട് പറയുക, ഭാര്യയോട് പറയേണ്ടത് പോലെയല്ല ഭാര്യയോട് പറയുക, മക്കളോട് പറയേണ്ടത് പോലെയല്ല നമ്മൾ മക്കളോട് പറയുക. ഓർമ്മിക്കുക, ആരോട് പറയുമ്പോഴും നമുക്കൊരു മിതത്വം ഉണ്ടാവണം. ആരോട് പറയുന്നു? ഇത് ലക്ഷ്മിയുടെ അവതാരമായിരുന്നിട്ട് പോലും സീതയുടെ വായിൽ നിന്ന് വന്നത് ഇങ്ങനെയാണ്. വിനാശകാലേ വിപരീത ബുദ്ധി, അല്ലേ? കാലം മോശമാകുമ്പോൾ, വിനാശകാലം വരുമ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കുക. എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാം. രാവണൻ വന്നു, സന്യാസിയുടെ വേഷം കെട്ടിയിട്ടാണ് വന്നത്. പിടിച്ചു കൊണ്ടുപോയി, അല്ലേ? എടുത്തു കൊണ്ടുപോയി, പേരിൽ കയറ്റിയിട്ട്.